വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 തീയതിയാണ്, വെള്ളിയാഴ്ച, കുംഭം 2-ാം തീയതി. അപ്പോൾ ഫെബ്രുവരി 14-ന്റെ പ്രത്യേകത പ്രേക്ഷകർക്ക് അറിയാമല്ലോ അല്ലേ? വാലന്റൈൻസ് ഡേ ആണ്. അപ്പം ഒരുപാട് പ്രണയാതുരരായി പ്രണയിക്കുന്ന നല്ല നല്ല ആ ഒരു പ്രണയ ദിനങ്ങളാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ആശംസിക്കുകയാണ്. പ്രണയമില്ലാതെ ജീവിതമുണ്ട്? ഒരിക്കലില്ല. പ്രണയം ജീവിതത്തെ അതിമനോഹരമാക്കും. പ്രണയം ജീവിതത്തിൽ വസന്തം വിരിയിക്കും. പ്രണയവും സ്നേഹവും ഒക്കെ ആയിട്ട് അങ്ങനെ പ്രണയാതുരമായി ജീവിക്കുന്ന മനസ്സുകൾ പരസ്പരം സ്നേഹിച്ചും, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ, രണ്ട് മനുഷ്യർ തമ്മിൽ സ്നേഹത്തോടെ ചുംബിക്കുമ്പോൾ ലോകം തന്നെ മാറുന്നു എന്നാണ്. അങ്ങനെ നിങ്ങളുടെ ലോകം മാറട്ടെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രഭാതം. മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെന്ത് പോസിറ്റീവായിട്ടാണല്ലേ ദിവസം തുടങ്ങിയത്. പക്ഷെ വരുന്ന വാർത്ത അങ്ങനെയുള്ളതല്ല. സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി, എന്നാൽ പോലും നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഒരു സങ്കടം. അതെ, ഇന്നലെ സത്യം പറഞ്ഞാൽ വൈകിട്ട് ഒരു 7 മണിയോടുകൂടിയാണ്, 7 മണി കഴിഞ്ഞ സമയത്താണ് ഈ വാർത്ത വരുന്നത്. അപ്പോഴൊന്നും ആ സംഭവത്തിന്റെ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലായില്ല. പിന്നീട് വരുന്ന വാർത്തകളെല്ലാം തന്നെ നടുക്കുന്ന വാർത്തകളായിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്ന് വന്ന വാർത്തയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവം. അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തുടർച്ചയായി കരിമരുന്ന് പ്രയോഗം നടക്കുന്നതിന്റെ ശബ്ദങ്ങൾ ദൃശ്യത്തിലുണ്ട്. 2 ആനകൾ മുന്നോട്ട് നീങ്ങുന്നതിനിടെ ഒരാന മറ്റൊന്നിനെ കുത്തുകയായിരുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുക, പ്രത്യേകിച്ച് ഇത്രയധികം ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. രാഹുൽ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം വലിയ ഒരു കരിമരുന്ന് പ്രയോഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ഇതിനെക്കുറിച്ച് അധികൃതർ പറയുന്നത്? പോലീസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, സ്മിത, ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത്. ഈ അപകടത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് അപകടത്തിന് തൊട്ട് മുമ്പുള്ള 3 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ എത്തിയ ആളുകൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കേൾക്കുകയും ചെയ്യാം. ഏതാണ്ട് 3 മിനിറ്റോളം, അവസാനത്തെ 3 മിനിറ്റോളം കരിമരുന്ന് പ്രയോഗത്തിൻ്റെ വലിയ ശബ്ദം ഈ ദൃശ്യങ്ങളിൽ കേൾക്കാം. ആ ദൃശ്യങ്ങളിൽ തന്നെ പല കുട്ടികളും ഈ ശബ്ദം കേട്ട് കരയുന്നുണ്ട്. പല ആളുകളും ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കേൾക്കാം. ഏറ്റവും ഒടുവിലാണ് 2 ആനകൾ മുന്നോട്ട് വരുന്നു. ആ പുറകിൽ നിൽക്കുകയായിരുന്ന ഒരാന മുന്നോട്ട് കയറി വരുന്നു. ആ കയറി വരുന്നതിനിടെയാണ് ഒരാന പിന്നിൽ നിന്നും മുന്നിൽ നിൽക്കുന്ന ആനയെ കുത്തുന്നത്. അതോടെ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും അവിടെ നിന്നും ചിതറി ഓടുകയാണ്. അങ്ങനെയാണ് ആ ഞെട്ടിക്കുന്ന ആ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ തന്നെ നമ്മളോട് പല ജനപ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്ന ആളുകളും പറഞ്ഞിരുന്നു, വലിയ ശബ്ദത്തിലുള്ള കരിമരുന്ന് പ്രയോഗം നടത്തിയിരുന്നു. ആദ്യം തന്നെ ജനങ്ങളെല്ലാം അസ്വസ്ഥരായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആനകൾ ഇടഞ്ഞ എന്ന കാര്യം ഇന്നലെ തന്നെ പലരും പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ക്ഷേത്ര അങ്കണത്തിൽ നിന്നും 2 ആനകൾ കൊമ്പ് കോർത്ത ശേഷം ആ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു കെട്ടിടം പൊളിക്കുന്നു. അതിനുശേഷമാണ് 2 ആനകളും പുറത്തേക്ക് നീങ്ങുന്നത്. ഏതാണ്ട് അരമണിക്കൂർ നീണ്ട പരിഭ്രാന്തിക്കൊടുവിലാണ് 2 ആനകളെയും തളയ്ക്കാനായത് എന്ന കാര്യവും ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഈ സമയത്താണ് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിക്കുകയും ഏതാണ്ട് 29 ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ കൂടി എത്തിയിട്ടുള്ളത്. ഇന്ന് 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാൻ പോവുകയാണ്. 8:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അതിനുശേഷം 3 പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇനി പരിക്കേറ്റ 29 പേരിൽ 2 പേരുടെ ആരോഗ്യ
ഗുരുതരാവസ്ഥ മാത്രമാണ് അല്പം സാരമുള്ളത്. ബാക്കി കുറച്ച് ആളുകൾ ഇതിനോടകം തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് ആളുകൾ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇനി അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് റവന്യൂവിൻ്റെയും വനം വകുപ്പിൻ്റെയും അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. റവന്യൂ വനം വകുപ്പുകൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സർക്കാരിലേക്ക് സമർപ്പിക്കും. അതിന് സമാന്തരമായി പോലീസിൻ്റെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ 3 അന്വേഷണത്തിൻ്റെയും ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കരിമരുന്ന് പ്രയോഗം, അതിനെ തുടർന്നുണ്ടായ ശബ്ദമാണ് ആനയിടയാൻ കാരണമായതെന്നാണ് നിലവിൽ ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആദര സൂചകമായി ഇന്ന് കൊയിലാണ്ടി നഗരസഭയിലെ 9 പഞ്ചായത്തുകളിൽ ഹർത്താലാണ്. ആ ഹർത്താൽ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവിത സ്മിത. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും നാടിനെ നടുക്കിയ വാർത്തയാണ്. മാത്രമല്ല സ്മിത, കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ മറ്റൊരു ക്ഷേത്രത്തിലും ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു സ്ഥിരം സംഭവമായി മാറുന്നു. മറ്റൊരു വശം, ക്ഷേത്രത്തിൽ ഈ ആന എഴുന്നള്ളിക്കുന്നതിനൊക്കെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചു തന്നെയാണോ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും? ഉത്സവം നല്ലതാണ്, ആഘോഷം നല്ലതാണ്. ഓരോ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇനി വീണ്ടും ആ ചിന്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുന്നുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. അടുത്ത വാർത്ത അത് തന്നെയാണ്. കോഴിക്കോട് കൊയിലാണ്ടിയും മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനകൾ ഇടഞ്ഞ 3 പേർ മരിച്ച സംഭവത്തിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. വനം റവന്യൂ വകുപ്പുകളാണ് അന്വേഷണം നടത്തിയത്. സമാന്തരമായി പോലീസും അന്വേഷിക്കുന്നുണ്ട്. വെടിമരുന്ന് പൊട്ടിച്ചതിന് പിന്നാലെയാണ് ആനകൾ ഇടഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടി രാവിലെ 8 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. 29 പേർക്കാണ് പരിക്കേറ്റത്. അപ്പോൾ അവരുടെയും ആരോഗ്യനില എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചും കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നു, ഭയപ്പാടുണ്ടാകുന്നു. ഒപ്പം തന്നെ ആനകൾക്ക് അതൊരു എന്താ പറയുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മറുവശമാണ്. അപ്പോൾ ആനപ്രേമികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ വാർത്ത നൽകുമ്പോൾ അതങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞാൽ പോലും അതങ്ങനെയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്സവകാലത്തെ ആന എഴുന്നള്ളിപ്പിൽ നാട്ടാനച്ചട്ടം പാലിക്കുന്നുണ്ടോ എന്ന് കർശനമായി ഉറപ്പുവരുത്താൻ വനം വകുപ്പ് ആന എഴുന്നള്ളത്തുള്ള സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കും. ആചാരങ്ങളുടെ പേരിൽ നിയമങ്ങളിൽ വിട്ടുവീഴ്ച നൽകേണ്ട എന്നാണ് നിർദ്ദേശം. AV ജയശങ്കറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി എത്തിയ വാർത്തയാണ് ഈ ആനകളുടെ പ്രശ്നം. ഇപ്പോൾ വനം വകുപ്പ്, വന്യജീവി, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പുറത്ത് നടക്കുന്നു. ഓരോ ദിവസവും ഓരോ ജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ നാട്ടാന നിയമങ്ങൾ, കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നലെ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞതിനെ തുടർന്ന് 3 ജീവൻ കൂടി പൊലിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്? അതായത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ നാട്ടാന പരിപാലന ചട്ടം നിലവിലുണ്ട്. ഈ ചട്ടം അനുസരിച്ച് മാത്രമേ ഉത്സവങ്ങൾക്കുൾപ്പെടെ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനാകൂ. ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇനി വനം വകുപ്പിന്റെ നിലവിലെ ഒരു തീരുമാനം. കൃത്യമായി ഉത്സവങ്ങൾ ഉൾപ്പെടെ നടക്കുന്നിടങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തും. നിലവിൽ പരിശോധനയുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി കർക്കശമാക്കാനാണ് നിലവിലെ ഒരു തീരുമാനം. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ആചാരങ്ങളുടെ പേരിൽ ഇളവ് നൽകേണ്ട കർശനമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ഈ വനം വകുപ്പ് മേധാവി ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസത്തെ കൊയിലാണ്ടിയിലെ ഈ സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മലബാർ മേഖലയിൽ ഉൾപ്പെടെ വലിയ പൂരങ്ങൾ, വലിയ ഉത്സവങ്ങൾ വരും മാസങ്ങളിൽ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയില്ലെങ്കിൽ നിയമം കടുപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൊയിലാണ്ടി സംഭവം ഒരു മുന്നറിയിപ്പായി എടുത്തുകൊണ്ട് കർശനമായി നാട്ടാന പരിപാലന ചട്ടം അനുസരിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ നടക്കുന്നതെന്ന് പരിശോധിക്കാനാണ് നിലവിൽ വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കൊയിലാണ്ടി സംഭവവുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് ഇന്ന് വനം വകുപ്പിന് പ്രാഥമിക റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ ഇതിനായി മന്ത്രി കഴിഞ്ഞ ദിവസം നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഈ കൊയിലാണ്ടി സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി. ഗുരുവായൂർ ദേവസ്വം നൽകിയ ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അപാകതകൾ ഉണ്ടായിരുന്ന കാര്യവും വനം വകുപ്പിന്റെ പരിശോധനയിൽ വരുന്നുണ്ട്. എന്തായാലും നിയമങ്ങൾ കടുപ്പിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഈ നിയമങ്ങൾ കടുപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ഈ വനം വകുപ്പിന്റെ കൂടി ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത് വനം വകുപ്പിനെ മാത്രം ഉത്തരവാദിത്തമല്ല, പക്ഷേ വനം വകുപ്പിന് ഇക്കാര്യത്തിൽ നിർണായകമായ ഒരു റോൾ നിർവഹിക്കാനുണ്ട്. അത് അവർ നിർവഹിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ശരി, എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണ ഇത്തരത്തിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ അവിടെ വനം വകുപ്പിന്റെ ഒരു സ്ക്വാഡ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർ പരിശോധന നടത്തിയില്ലേ മുൻപ് എന്നുള്ളതായിരുന്നു ഉയർന്ന ചോദ്യം. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രശ്നത്തിന്റെ സാഹചര്യം ഇപ്പൊ ഇങ്ങോട്ട് ഉത്സവ സീസണാണ്, ഒരുപാട് ഉത്സവം വരാനിരിക്കുകയാണ്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിലൊക്കെ ഏത് തരത്തിലാകും ഇനി ഉത്സവങ്ങൾ നടത്തുക, ആനകളെ എങ്ങനെ എഴുന്നള്ളിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ അധികൃതരുടെ അന്വേഷണം പരിശോധനയൊക്കെ വേണം. ഒപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റി അവരൊക്കെ ഈ ആനയൊക്കെ കൊണ്ടുവരുമ്പോൾ കൃത്യമായ കർശനമായ നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. ആ പാലിക്കുമെന്ന് ഉറപ്പുവരുത്തിയാൽ അപകടങ്ങൾ ഇനിയും ഒഴിവാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ് ഇത്, അല്ലെ? അത് തന്നെയാണ് പ്രേക്ഷകരിൽ പലരും പറയുന്നത്. ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാലും പഠിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടം പലരും പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഇന്നലെ വന്ന വാർത്ത അത്രയ്ക്ക് വേദനിപ്പിക്കുന്നതാണ്. തിക്കും തിരക്കും ഉണ്ടാകുന്നു, ആനയിടയുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അല്ലേ? പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. 3 ജീവനുകൾ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. അതെ, ശബ്ദമില്ലാതെ ഉള്ള കരിമരുന്ന് പ്രയോഗം വേണം എന്നൊക്കെ അരുൺ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയും നിൻ ജീവരാഗം. അവിടെ ഒരു ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നു. അത്ര തെളിച്ചം ഇല്ല, എന്നാലും അത് ആ ഒരു ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ചന്ദ്രൻ എവിടെയും പോയിട്ടില്ല. അതെ, ചന്ദ്രൻ പോയിട്ടില്ല. സൂര്യൻ 6:44 ആകും വരുമ്പോ. അപ്പൊ ആ സമയം വരെ ചന്ദ്രനെ നമുക്ക് കാണാം. പ്രകൃതിക്ക് അപ്പൊ പാട്ട് വന്നു, നല്ല പാട്ടാ. ഇന്ന് വാലന്റൈൻസ് ഡേ കൂടിയാണ്. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ഒരു പാട്ടാണ് അതല്ലേ. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? ക്വീൻസ് വാക്ക് വേയിലാണ്, കൊച്ചിയിലെ ക്വീൻസ് വാക്ക് വേയിൽ. പക്ഷെ സാധാരണ നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുക. ഇതിപ്പോ ഈ തുടക്കം, ഗോശ്രീ പാലങ്ങളുടെ തുടക്കത്തിൽ നിന്ന് ഉള്ള വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിരാവിലെ തന്നെ ഒരുപാട് പേര് രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ വ്യായാമത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികൾ കൂടുതൽ ജാഗരൂകരായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വരുമ്പോഴേക്കും എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് നേരെ അമേരിക്കയിലേക്ക് പോയാൽ അവിടെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ സുപ്രധാന തീരുമാനങ്ങളുമായി മോദി ട്രംപ് കൂടിക്കാഴ്ച. മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ പാക് വംശജൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനധികൃത കുടിയേറ്റം തടയാൻ അമേരിക്കയെ സഹായിക്കുമെന്നും നരേന്ദ്രമോദി. സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇരുവരുടെയും പ്രസ്താവന. മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്ന പാക് വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ US സുപ്രീം കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. കൂടിക്കാഴ്ചയിലെ സുപ്രധാന തീരുമാനമായി ട്രംപ് ഇത് പ്രഖ്യാപിച്ചു. കൈമാറ്റ തീരുമാനത്തിന് നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. I'm pleased to announce that my administration has approved the extradition of one of the plotters and one of the very evil people of the world, and having to do with the horrific 2008 Mumbai terrorist attack, to face justice in India. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റ വിഷയത്തിലും ഇന്ത്യ നിലപാട് വ്യക്തമാക്കി. കുടിയേറ്റക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും. അതിർത്തി കടന്നുള്ള തീവ്രവാദം എല്ലാ കാലത്തും ഭീഷണിയെന്ന് ട്രംപ്. ഇതിനെതിരെ ഒരുമിച്ച് പോരാടണം. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യക്ക് കൃത്യമായ പക്ഷമുണ്ടെന്ന് നരേന്ദ്രമോദി. അത് ശാന്തിയുടെ പക്ഷമാണ്. അമേരിക്ക നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് എന്നും പിന്തുണയുണ്ടാകും. യുദ്ധകാലമല്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞിരുന്നു. പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണാമെന്ന് താൻ വിശ്വസിക്കുന്നു. രാജ്യ താൽപര്യത്തിനാണ് മുൻഗണനയെന്നും നരേന്ദ്രമോദി. അമേരിക്ക और भारत मिलकर के हमारी कोशिश है और हमारी कोशिश रहनी चाहिए कि इस प्रकार की पूरी इकोसिस्टम को हमें जड़ मूल से नष्ट करना चाहिए ताकि ह्यूमन ट्रैफिकिंग बंद हो. മോദി മികച്ച നേതാവാണെന്ന് ഡൊണാൾഡ് ട്രംപ്. മോദി ഇന്ത്യയ്ക്കായി മികച്ച കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ത്യയുമായി എന്നും മികച്ച ബന്ധം. ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യം. ഇന്ത്യയുമായി മികച്ച വ്യാപാര കരാറുകൾ ഉണ്ടാകുമെന്നും ഡൊണാൾഡ് ട്രംപ്. സെറിമോണിയൽ ഗാർഡ് പരേഡോടെയായിരുന്നു നരേന്ദ്രമോദിക്ക് വൈറ്റ് ഹൌസിൽ സ്വീകരണമൊരുക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, US-ലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വത്ര എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പൊ അങ്ങനെ വളരെ
പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിലാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സന്തോഷമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോദി പ്രധാനമന്ത്രി തമാശകൾ പറയുന്നു, ട്രംപ് പൊട്ടിച്ചിരിക്കുന്നു, ഇതൊക്കെ കണ്ടു. അതിനിടയിൽ പ്രധാനമന്ത്രി പെട്ടെന്ന് പറഞ്ഞു ഇന്ത്യ ഈസ് നോട്ട് ന്യൂട്രൽ. അപ്പം ന്യൂട്രൽ അല്ലെങ്കിൽ പിന്നെ എന്ത്? ഇന്ത്യ ഈസ് വിത്ത് പീസ്. യുക്രൈൻ റഷ്യ സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ത്യ സമാധാനത്തോടൊപ്പമാണെന്ന് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ അനധികൃത കുടിയേറ്റങ്ങൾ തടയുന്നതിന് ട്രംപിനോട് സഹകരിക്കും, അതിനുള്ള സഹായങ്ങൾ നൽകും, അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരും, ഇക്കാര്യമൊക്കെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. നമുക്ക് മധു കൊട്ടാരക്കരയിലേക്ക് പോകാം അല്ലേ? മധു കൊട്ടാരക്കര ചേരുന്നു ന്യൂ ജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ ട്രംപ് മോദി കൂടിക്കാഴ്ച ഏറെ ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇരുവരും തമ്മിലുള്ള ആ സൗഹൃദം അത് നമ്മുടെ രാജ്യത്തിന് ഏത് തരത്തിൽ ഗുണകരമാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. ഇന്ത്യയുടെയും അതുപോലെ അമേരിക്കയുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വൈറ്റ് ഹൗസിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. US-ഉമായിട്ട് ഒന്നിച്ചുള്ള ഒരു വികസനമൊക്കെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും, അതുപോലെ ഡൊണാൾഡ് ട്രംപുമായി യോജിച്ച് പ്രവർത്തിക്കും, ഇന്ത്യ US ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. നേരത്തെ ഇവർ രണ്ടുപേരും ഒരേ സമയം അധികാരത്തിലിരുന്ന കാര്യവും മോദി ഓർത്തു. ഇരുവരും അന്ന് പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. മോദിയോടൊപ്പം നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി നടത്തുന്ന പ്രവർത്തനങ്ങളെ ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. കഴിഞ്ഞ 4 വർഷത്തെ സൗഹൃദവും പ്രത്യേകം ഡൊണാൾഡ് ട്രംപ് എടുത്തു പറയുകയും ചെയ്തു. ഉറ്റ സുഹൃത്തുക്കളാണ് താനും മോദിയും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണെ കൈമാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അതുപോലെ ഇന്ത്യക്ക് അമേരിക്കയുടെ എണ്ണയും വാതകവും ധാരാളം വേണ്ടിവരും, അത് ഇന്ത്യ വാങ്ങും. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ എണ്ണയും വാതകവും US-ന്റെ പക്കൽ ഉണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നേരത്തെ സ്മിത പറഞ്ഞതുപോലെ അനധികൃത കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. നരേന്ദ്രമോദിയുടെ മറുപടി അമേരിക്കയിൽ താമസിക്കുന്ന സ്ഥിരീകരിച്ച നിയമവിരുദ്ധരെ ഇന്ത്യ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് അവിടെ താമസിക്കുവാൻ നിയമപരമായി ഒരു അവകാശവുമില്ലെന്നാണ് മോദി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ബ്ലെയർ ഹൗസിൽ NSAയുടെ മൈക്കിൾ വാൾസും അതുപോലെ എലോൺ മസ്കും അതുപോലെ മലയാളിയായ വിവേക് രാമസ്വാമിയുമായിട്ടും ഒക്കെയുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്നാൽ പ്രതീക്ഷിതമായി പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ വ്യാപാര രംഗത്തും മത്സരിക്കുന്നവരെ ലക്ഷ്യം വെച്ച് ഉള്ള താരിഫുകളാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയാണ് US ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യമെന്ന് ഡൊണാൾഡ് ട്രംപ് എടുത്തു പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളിന് കനത്ത ചുങ്കം ഏർപ്പെടുത്തുന്നത് ഇന്ത്യയിലെ വ്യാപാരത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഓർക്കണം, ബ്ലെയർ ഹൗസിൽ നിന്ന് മോദി വൈറ്റ് ഹൗസിലേക്ക് ഈ സുപ്രധാന കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ പുതിയ താരിഫുകൾ വന്നിരിക്കുന്നത്. നേരത്തെ പ്രവിത പറഞ്ഞതുപോലെ അമേരിക്കയുടെ ആകാശത്ത് ഇപ്പോൾ 7:45 രാത്രി ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ വാഷിംഗ്ടണിൽ മോദിയുടെ നേതൃത്വത്തിൽ ചൂടേറിയ ചർച്ചകൾ തുടരുകയാണ്. അപ്പോൾ അതാണ് ആ കൂടിക്കാഴ്ചയുടെ വിശദമായ വിവരങ്ങൾ. മധു കൊട്ടാരക്കരയാണ് 24-ലെ പ്രേക്ഷകർക്ക് വേണ്ടി ആ വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന് എത്തിച്ചത്. അപ്പോൾ എന്തായാലും ആ രീതിയിലാണ് തിരിച്ചയച്ചത് എന്നുള്ള വളരെ സങ്കടകരമായ അമേരിക്കയുടെ ആകാശത്ത് ചന്ദ്രപ്രഭ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഇരു രാജ്യങ്ങളുമായുള്ള സൗഹൃദം അത് കൂടുതൽ ദൃഢമാകുന്നു. മാത്രമല്ല അമേരിക്ക പോലെ ശക്തമായ ഒരു രാജ്യവുമായിട്ടുള്ള സൗഹൃദം അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏത് തരത്തിൽ ഗുണകരമാകുമെന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്ന ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രാവർത്തികമാകും. ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച രീതിയിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടിക്കാഴ്ച അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിരുന്നു. അപ്പോൾ കൂടുതൽ സൗഹൃദം തന്നെയാണ് പങ്കിടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സൗഹാർദ്ദപരമായ വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കും എന്നതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശതകോടീശ്വരനും US സർക്കാർ ഏജൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ്
എഫിഷ്യൻസിയുടെ തലവനുമായ ഇലോൺ മസ്കുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. 4 വയസ്സുകാരനായ മകൻ എക്സ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമായാണ് മസ്ക് മോഡിയെ കാണാൻ ബ്ലെയർ ഹൌസിൽ എത്തിയത്. സ്റ്റാർലിങ്ക്, ഇലക്ട്രിക് വാഹന വ്യവസായം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിക്ഷേപ സാധ്യതകൾ എന്നിവ ചർച്ചയായി എന്നാണ് വിവരം. ന്യൂറാലിങ്ക് ഡയറക്ടറും കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. മസ്കിന്റെ കുട്ടികൾക്ക് മോദി രവീന്ദ്രനാഥ് ടാഗോറിന്റെ 3 പുസ്തകങ്ങൾ സമ്മാനിച്ചു. ഇനി വീണ്ടും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ നാട്ടാനകൾ തമ്മിലുള്ള കൊമ്പുകോർക്കലാണ് കണ്ടത്. അതിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായി, തിക്കിലും തിരക്കിലും പെട്ട്. ഇനി കാട്ടാനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ്. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ തുടർ ചികിത്സയ്ക്ക് വനം വകുപ്പ് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് അതിരപ്പള്ളിയിൽ എത്തുന്നുണ്ട്. ആനയെ പിടികൂടാൻ ആയാൽ എത്തിച്ച് ചികിത്സ നൽകേണ്ട എറണാകുളം കോടനാട്ടെ അഭയാരണ്യത്തിൽ അരുൺ സക്കറിയയും സംഘവും പരിശോധന നടത്തുന്നുണ്ട്. സുരേഷ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. എൻ്റെ ഹെഡ്സെറ്റ് ഊരിപ്പോയതാ, കുഴപ്പമില്ല. സൂരജ്, ഈ ആനയുടെ ചികിത്സ ഉടൻ തുടങ്ങും. പക്ഷെ അതോടൊപ്പം തന്നെ ആനയെ അഭയാരണ്യത്തിൽ എത്തിക്കുമ്പോൾ അവിടെ വേണ്ട ഏർപ്പാടുകൾ, കാരണം അവിടെയുള്ള കൊട്ടിലുകളുണ്ട് എങ്കിൽ പോലും ഈ ആനയെ അവിടെ താമസിപ്പിക്കണമെങ്കിൽ അതിന് വേണ്ട സുരക്ഷ അവിടെ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധന കൂടി ഇതിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ചികിത്സ എപ്പോൾ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്മിത, ഇന്ന് നടക്കുന്നത് അത് തന്നെയാണ്. സ്മിത സൂചിപ്പിച്ചതുപോലെ ഈ ആനക്കൊട്ടിലുകളിൽ ആനയ്ക്ക് വേണ്ട സൗകര്യമൊരുക്കുക. അതായത് ഇപ്പോൾ അവിടെ ഉള്ളതൊരു പഴയ കൂടാണ്, പക്ഷെ അതിന് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് അല്ലെങ്കിൽ ഉറപ്പുണ്ട് എന്ന് സംബന്ധിച്ച് വനംവകുപ്പിനൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അരുൺ സക്കറിയും സംഘവും അവിടെ എത്തി ഈ കൂടിന്റെ ബലപരിശോധനയാണ് ഇന്ന് നടത്തുക. രാവിലെ 8 മണിയോടുകൂടി അഭയാരണ്യത്തിൽ അരുൺ സക്കറിയും സംഘവും എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന വെറ്റിലപ്പാറ 14 ഇത് എണ്ണപ്പനത്തോട്ടമാണ്. ഈ എണ്ണപ്പനത്തോട്ടത്തിന് പുറകിലാണ് ആനയുള്ളത്. ആന ഈ എണ്ണപ്പനത്തോട്ടത്തിലൂടെ ചാലക്കുടി പുഴയിലേക്ക് ഇപ്പോൾ ഉൾവലിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി എല്ലാം തന്നെ ഈ മേഖലയിൽ എണ്ണപ്പന കഴിച്ച് ആന ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നാട്ടുകാർ പറയുന്നത് ഈ ആന കുറച്ച് ദിവസങ്ങളായി ഈ അക്രമവാസന പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചും വലിയ ആശങ്കയാണുള്ളത്. ഈ ആനയെ ഓരോ തവണ കാണുമ്പോഴും ഇതിന്റെ മുറിവിൽ നിന്ന് പഴുപ്പും പുഴുവും എല്ലാം അരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ ആനയുടെ ചികിത്സ നടപ്പാക്കാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ആനയ്ക്ക് മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെച്ച് അന്ന് സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി ഒരു പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും മയക്കുവെടി വെച്ചാൽ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുണ്ട്. ഇന്ന് ഈ അരുൺ സക്കറിയും സംഘവും എത്തി ഈ അഭയാരണ്യത്തിലെ കൂട് നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും എത്തുക ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ 14 അല്ലെങ്കിൽ പ്ലാന്റേഷനിൽ ആനയുള്ള മേഖലയിലെത്തി ആനയെ നിരീക്ഷിച്ച് അതിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടി തീരുമാനിക്കുക. മറ്റന്നാളോടൊക്കെ കൂടിയായിരിക്കും, നാളെയോ മറ്റന്നാളോടൊക്കെ കൂടിയായിരിക്കും വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കുക. എന്തായാലും ദൗത്യത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് വനംവകുപ്പ്. സ്മിത, ശരി. സുരേഷ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അതെ, ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ദിനേശ് ഹരിപ്പാട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്മിത പ്രവിത, ഇന്ന് പുൽവാമ ഡേ ആണ്. ആലപ്പുഴ സൈനിക കൂട്ടായ്മ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ജില്ലയിലെ വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ പുൽവാമ ഡേ ആണ്. തീർച്ചയായിട്ടും അത് നമ്മൾ മറക്കുന്നില്ല. നമ്മൾ സ്പെഷ്യൽ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞത് മറ്റൊന്നുകൊണ്ടല്ല, അതൊരു സന്തോഷകരമായ കാര്യമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കോളേജുകളിലൊക്കെ നല്ല രസമായിരിക്കും പോയി കഴിഞ്ഞാൽ, അല്ലേ? എല്ലാവരും റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വരും. അപ്പോൾ സന്തോഷമുള്ള ദിവസമാണ്. പക്ഷെ നമ്മുടെ വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നു.